നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയക്കരയിലെ ടോൾ പിരിവ് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടരും. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ദേശീയപാത അതോറിറ്റി ഹർജി ചൊവ്വാഴ്ച പരിഗണിച്ചപ്പോൾ ജില്ലാ കളക്ടറോട് നിലവിലെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് കോടതി വിവരം തേടി. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഓൺലൈനായി ഹാജരായ തൃശൂർ കളക്ടറോട് ചോദ്യങ്ങൾ ചോദിച്ചു. 60 കിലോമീറ്റർ ടോൾ പിരിക്കുന്ന ദൂരത്തിൽ 3-4 ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നമെന്നാണ് AG ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ എവിടെയൊക്കെയാണ് പ്രശ്നമെന്ന് കോടതി കളക്ടറോട് ചോദിച്ചു. 5 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രശ്നമെന്ന് കളക്ടർ മറുപടി നൽകി. ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ പ്രശ്നങ്ങൾ മനസ്സിലാകുമെന്നും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് വ്യക്തമായി അറിയാമെന്നും ഹൈക്കോടതി AGക്ക് മറുപടി നൽകി. ദേശീയപാത അതോറിറ്റി മനഃപൂർവ്വം റോഡ് നന്നാക്കാതിരിക്കുന്നതല്ലെന്ന് AG വാദിച്ചു. തുടർന്ന് ഇപ്പോൾ ഏതെങ്കിലും ഇടങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടോ എന്ന് കളക്ടറോട് കോടതി ചോദിച്ചു. തുടർന്ന് ഇന്ന് തന്നെ സ്ഥലം സന്ദർശിച്ച് പരിശോധിക്കാനും കോടതി നിർദ്ദേശം നൽകി. സുഗമമായ ഗതാഗതം ഉറപ്പാക്കിയ ശേഷമേ ടോൾ പിരിക്കാവൂ എന്ന സുപ്രീം കോടതി ഉത്തരവും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മാളയിൽ റിട്ടയർഡ് അധ്യാപികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന കേസിൽ കൂട്ടുപ്രതിയായ യുവതി അറസ്റ്റിൽ. പട്ടേപാടം സ്വദേശിനി തരുപ്പടികയിൽ 19 വയസ്സുള്ള ഫാത്തിമ തസ്നിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള പുത്തൻചിറ കൊല്ലംപറമ്പിൽ വീട്ടിൽ ജയശ്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി സ്വർണമാല കവർച്ച ചെയ്ത സംഭവത്തിലെ കൂട്ടുപ്രതിയാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. സെപ്റ്റംബർ 9 രാത്രി ഈ കേസിലെ മുഖ്യപ്രതി പുത്തൻചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യ അയൽവാസിയായ റിട്ടയർഡ് അധ്യാപികയായ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ച് കയറി ജയശ്രീ ടീച്ചറുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം ആദിത്യനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ആദിത്യ പൊട്ടിച്ചെടുത്ത മാല ഫാത്തിമ തസ്നിയും ആദിത്യവും കൂടി കാറിൽ 27-ന് മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ മാല 4.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നു. മാല വിറ്റ വകയിൽ ലഭിച്ച പണത്തിൽ നിന്നും 50,000 രൂപയ്ക്ക് ഫാത്തിമ തസ്നി മാളയിലെ ജ്വല്ലറിയിൽ പുതിയ മാല വാങ്ങുകയും കൂടാതെ ഫാത്തിമ തസ്നിയുടെ വിദൂര വിദ്യാഭ്യാസത്തിനായി ഫീസ് മോഷ്ടിച്ച പണത്തിൽ നിന്നും നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഫാത്തിമ തസ്നിയെ റിമാൻഡ് ചെയ്തു. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ ബെന്നി KT, ASI ഷാലി ബാബു, രേഷ്മ രവി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഒറ്റയടിക്ക് 94,000-ന് മുകളിലെത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് സ്വർണ്ണവില. ചൊവ്വാഴ്ച പവന് 2,400 രൂപയാണ് വർദ്ധിച്ചത്. 94,360 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 300 രൂപയാണ് ഉയർന്നത്. 11,795 രൂപയാണ് ഗ്രാം വില ഉയർന്നത്. ഒക്ടോബർ 8-നാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. തൊട്ടടുത്ത ദിവസം 91,000 കടന്ന് കുതിച്ച സ്വർണ്ണവിലയാണ് വൻ കുതിപ്പ് നടത്തിയത്. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ വിശിഷ്ട വ്യക്തിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, പ്രിൻസിപ്പൽ PS ബിജി, PTA പ്രസിഡന്റ് VR വേണു, SMC ചെയർമാൻ PV ശ്രീജിത്ത്, OSA ചെയർമാൻ KN ജയപ്രകാശ്, MPTA പ്രസിഡന്റ് ജീവ ബേബി, PTA വൈസ് പ്രസിഡന്റ് അശ്വതി ഷൈജോ, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി VP ദേവസി, സീനിയർ അധ്യാപകൻ CV ഷിജോ, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി AK അമൃതപ്രിയ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത്.
വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ റേഷൻ കട കല്ലൂപ്പാലം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ നിർവഹിച്ചു. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, മുൻ പഞ്ചായത്ത് അംഗം PK രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, ഷീല ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസിനി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ശിവരാമൻ, ബനസീർ മൊയ്തീൻ, വിജിത ശിവദാസൻ, VA റഷീദ്, അജിത സുധാകരൻ, പുഷ്പാകരൻ ഒറ്റാലി, കുടുംബശ്രീ ചെയർപേഴ്സൺ ശാരദ കുമാരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TP വിജയൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KJ ഡിക്സൺ, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, പത്രോസ് അമരത്തുപറമ്പിൽ, ഡേവിസ് വില്ലടത്തുകാരൻ, പഞ്ചായത്ത് സെക്രട്ടറി P ഷെജി തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി PR ലൗലി, റിസോഴ്സ് പേഴ്സൺ TB സജിത എന്നിവർ സന്നിഹിതരായി. വികസന സദസ്സിന്റെ ഭാഗമായി പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനവും വനം വകുപ്പിന്റെ വനശ്രീ സ്റ്റാൾ, കുടുംബശ്രീയുടെ SVEP സ്റ്റാൾ, K-സ്മാർട്ട് ക്ലിനിക്, വരന്തരപ്പിള്ളി കൃഷിഭവന്റെ തൈകളുടെ പ്രദർശനം, വരന്തരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സൗജന്യ മെഡിക്കൽ പരിശോധന എന്നിവയും സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ഹരിതകർമ്മസേന പ്രവർത്തകരെ പഞ്ചായത്ത് ആദരിച്ചു. തുടർച്ചയായി 9 വർഷമായി നമ്മുടെ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകം പ്രവർത്തനം. എത്ര ആളുകൾക്കാ നമുക്ക് വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിൽ വീട് കൊടുക്കാൻ തന്നെ ഗ്രാമപഞ്ചായത്തിൽ ലിസ്റ്റിൽ നിന്ന് കല്ലിപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് യാതൊരുവിധ ദുർബലയും നൽകാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ ഒരു വീടിലൊരു മുൻഗണനയിൽ വരാൻ മാറ്റാൻ കഴിയുക. ഗ്രാമസഭകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുള്ള ജനാധിപത്യപരമായ രാജ്യത്ത് ഉദ്യോഗം തെരഞ്ഞെടുക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ 4 ദിവസമായി നടന്നു വരുന്ന വികസന സദസ്സിന്റെ സമാപന ദിവസമാണിത്. 3 ദിവസങ്ങളിലായി നമ്മളിവിടെ ഒട്ടേറെ വികസന പദ്ധതികൾ ഇവിടെ നടത്തി വന്നിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,795 രൂപയും പവന് 94,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.